ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ നമ്മുടെ കാവേരിയോട് കയർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിനീതിന് കാവേരിയാണ് എതിരെ നിൽക്കുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാവേരിക്ക് തിരിച്ചും. അപ്പം നിവിനാണ് അവിടെ നിന്ന് മനസ്സിൽ പറയാണ്, എൻ്റെ ഈശ്വര, ഇതാണോ പെൺകുട്ടിയോട് നല്ല രീതിയിൽ സംസാരിക്കാൻ പോയിട്ടുള്ള കോലം? ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിച്ച് വലിയ പ്രശ്നമാകുമോ? ആ പെണ്ണുങ്ങൾ ഇനി എന്നെയും കൂടി ഇട്ട് അടിക്കുമോ എൻ്റെ ഈശ്വര എന്നൊക്കെ മനസ്സ് ചിന്തിക്കുക. കാവേരിങ്ങാനും ഇതും കേട്ടുകൊണ്ട് വന്നാലത്തെ അവസ്ഥ. ബ്രോ മതി ബ്രോ, നമുക്ക് പോകാം എന്ന് നിവിൻ അവിടെ നിന്ന് വിളിച്ച് പറയണേ. പെട്ടെന്ന് ഗംഗയും വണ്ടി തിരിച്ചുകൊണ്ട് കാവേരിയും നിൽക്കുന്നിടത്തേക്ക് വരിക. അപ്പം വണ്ടിയുടെ വെളിച്ചത്തിൽ വിനീതും നിവിനും അടുത്ത് നിൽക്കുന്നതെന്ന് കാവേരിക്കും ഗംഗയ്ക്കും ബോധ്യപ്പെടുക. വിനീതേട്ടനായിരുന്നു ഇത്? വിനീതേട്ടൻ കുടിച്ചിട്ടുണ്ടോ എന്ന് കാവേരി ചോദിക്കുക. അയ്യോ, കാവേരിയും ഗംഗയും ബ്രോ, നീ നോക്കടാ, കാവേരിയും ഗംഗയും എന്ന് വിനീത് പറയും. ഞാൻ കണ്ടു കാവേരിയും ഗംഗയും നിൽക്കുന്നത് ഞാൻ ശരിക്കും കണ്ടടാ. അല്ല, അപ്പൊ വീട്ടിലും കാവേരിയും ഗംഗയും ഉണ്ടല്ലോ എന്ന് വിനീത് പറയാം. രണ്ട് കാവേരി രണ്ട് ഗംഗയുണ്ടോ? ദേ വിനീതേട്ടൻ ഇന്നേ വരെയും കുടിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. ഇപ്പം ഇങ്ങനൊരു കോലത്തിൽ വരണമെങ്കിൽ അതിന് പിന്നിൽ നിവിൻ തന്നെയാ. അയ്യോ കാവേരി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിവിൻ പറയാം. ഒരു കാര്യമില്ലാതെ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഇത്രയേറെ സഹായങ്ങൾ ചെയ്ത് തന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. ഇതിന് പിന്നിൽ എന്തോ ഉണ്ട്. ഞങ്ങളുടെ വിനീതേട്ടനെ തന്നെ അതിന് കുടിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലേ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു സഹായഹസ്തമായിട്ട് നിങ്ങൾ നിന്നത് എന്ന് ചോദിക്കുക. അപ്പം നിവിൻ പറയും, അയ്യോ കാവേരി എന്നെ തെറ്റിദ്ധരിച്ചതാ, ഇതങ്ങനെയൊന്നും അല്ല എന്ന് പറയണം. എങ്ങനെയല്ലെന്ന്? ദേ നിവിൻ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി മേല വിനീതേട്ടൻ്റെ കൂടെ കൂട്ടുകൂടി ഞങ്ങളുടെ വിനീതേട്ടനെ കുടിപ്പിക്കരുത്. ഇന്നേ വരെയും കുടിക്കാത്ത മനുഷ്യനാ. ആ മനുഷ്യനെ ഈ കോലത്തിൽ എത്തിച്ചപ്പം നിവിന് സമാധാനമായോ? ഇതിനു വേണ്ടിയാണോ നല്ല സുഹൃത്തിൻ്റെ കോലം കെട്ടി എൻ്റെ വിനീതേട്ടൻ്റെ പിന്നാലെ നടന്നത് എന്ന് കാവേരി ചോദിക്കുക. അപ്പം ദേ മര്യാദയ്ക്ക് വീട്ടിൽ പോകാൻ നോക്ക് എന്ന് വീണ്ടും കാവേരി നിവിനോട് പറയുമ്പം വേറെ നിവൃത്തിയില്ലാതെ വണ്ടി എടുത്തുകൊണ്ട് നിവിൻ അവിടെ നിന്ന് പോവാ. അപ്പം വിനീത് പറയും, അയ്യോ പാവ നിവിൻ, ദേ വിനീതേട്ടൻ മിണ്ടരുത്. അപ്പം ഗംഗ വന്ന് കാവേരിയോട് ചോദിക്കും, ഇത്രയ്ക്കൊക്കെ വേണമായിരുന്നോടി? ആ നിവിനൊരു പാവമല്ലേ? വേണം അയാൾ ഒറ്റ ഒരുത്തനാ നമ്മുടെ വിനീതേട്ടനെ ഈ കോലത്തിലാക്കിയത് എന്ന് പറയാം. അങ്ങനൊന്നും അല്ല കാവേരി എന്ന് വിനീത് പറയാം. വിനീതേട്ടൻ ഒന്നും മിണ്ടരുത്. അല്ല, നമ്മളിനി എങ്ങനെയാ പോവുക എന്ന് വിനീത് അപ്പം ചോദിക്കും. അതൊക്കെ പോകാം എന്ന് കാവേരി അപ്പം പറയൂട്ടോ. അങ്ങനെ അവർ 3 പേരൂടി വീട്ടിലെത്തിയതിന് ശേഷം എല്ലാവരും ഇവരെയും കാത്ത് വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ വിനീതൻ്റെ കോലം കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. നമ്മുടെ ശാരദയും ഗംഗയും കൂടി ഒരു വിധത്തിൽ വിനീതനെ കൊണ്ട് റൂമിലാക്കുക. ചുറ്റിനും എല്ലാവരും നിൽക്കുന്നുണ്ടേ. അപ്പോൾ ഗംഗയാണെങ്കിൽ നമ്മുടെ മുത്തശ്ശി ഒന്ന് നോക്കുക. മുത്തശ്ശി തല കുനിച്ച് നിൽക്കുക. അപ്പോൾ കിടന്നപടി നമ്മുടെ വിനീതാണെങ്കിൽ ഉറങ്ങിപ്പോവാ. അയ്യോ, ഇവൻ ഇത്ര പെട്ടെന്ന് ഉറങ്ങിപ്പോയോ എന്ന് ശാരദ ചോദിക്കുക. അപ്പം രാധമ്മ പറയും, അവൻ ഉറങ്ങിപ്പോയി, ഇനി നേരം വെളുക്കാതെ അവൻ ഉണരില്ല എന്ന് പറയണം. എല്ലാവരും എന്നാൽ പോയി കിടന്നേ എന്ന് ശാരദ പറയണം. അപ്പോൾ ഗംഗ അവിടെ തന്നെ നിൽക്കുന്ന കാണുമ്പം ശാരദ ചോദിക്കും, ഗംഗ നീയും വന്നേ, ഇനിയിപ്പം അവൻ്റെ കൂടെ കിടക്കണ്ട, ബാ നമുക്ക് ഒരുമിച്ച് കിടക്കാം എന്ന് പറയാം. നീയും കൂടി ഇറങ്ങിയിട്ട് വേണം എനിക്ക് റൂമിൻ്റെ വാതിൽ ചാരാൻ. അമ്മ ചെല്ല്. അമ്മയ്ക്ക് മദ്യപിച്ച് വരുന്ന ഭർത്താക്കന്മാർ ഉള്ള സ്ത്രീകളുടെ അവസ്ഥ അറിയാൻ മേലഞ്ഞിട്ടാ. അവരെ കുളിപ്പിച്ചു കൊണ്ട് കിടത്തിയാൽ മാത്രം അവരുടെ കടമകൾ അവസാനിക്കുന്നില്ല. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യണം. അവരെ നന്നായിട്ട് ഉറക്കി എന്നെ സഹായിച്ചിട്ടുകൂടി വേണമല്ലോ വരാനായിട്ട്. അച്ഛൻ ഇന്നേ വരെ കുടിച്ച് കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് അമ്മയ്ക്ക് ഇതൊന്നും അറിയാത്തത്. എനിക്ക് ഉത്തമ ഭാര്യയുടെ കുറച്ച് കടമകൾ കൂടി ചെയ്യാനുണ്ട്. അതിനുശേഷം ഞാൻ വരാം എന്ന് പറഞ്ഞ് ഗംഗ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗയുടെ വാക്കുകൾ കേൾക്കുമ്പം ശാരദയ്ക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണേ. ടീ കപ്പ് റിസോർട്ടിൽ നമ്മുടെ രാജേശ്വരി ആണെങ്കിൽ നിവിൻ വരുന്നതും കാത്തിരിക്കുകയാണ്. അപ്പം ആസി അങ്ങോട്ട് ഒരു കപ്പ് ചായ ആയിട്ട് വരിക. ഇതാ ആൻറ്റി ചായ. താങ്ക്സ് ആസി എന്ന് പറയാം. അല്ല ആൻറ്റി ഇത്ര നേരമായിട്ട് ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ നിവിനെ കാണാനായിട്ട് നിൽക്കുക, അവനുമായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. ജയപാലേട്ടൻ പറഞ്ഞ കാര്യം. ഓ, ഭൂമി പൂജയുടെ കാര്യമല്ലേ ആൻറ്റി എന്ന് ചോദിക്കുക. അതെ, അത് അവനുമായിട്ടൊന്ന് സംസാരിക്കണം. ഇവനിപ്പോൾ കുറച്ച് കറക്കം കൂടിയിട്ടുണ്ട്, ഇതുവരെ വീട്ടിൽ കയറാറായിട്ടില്ലേ എന്ന് രാജേശ്വരി പറയാം. അവനിപ്പോൾ വരുമായിരിക്കും ആൻറ്റി, എന്തെങ്കിലും അത്യാവശ്യം കാണും എന്ന് പറയണേ. പെട്ടെന്നാണ് നമ്മുടെ നിവിൻ അങ്ങോട്ട് വരുന്നത്. നിവിനാണെങ്കിൽ വണ്ടി നിർത്തി ഒന്ന് ഒതുക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ, കാലുകൾ ഇടറിയിട്ട്. അപ്പം രാജേശ്വരി ദൂരെ നിന്ന് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് ആസിഫ് അവൻ്റെ അടുത്തേക്ക് ചെല്ലുക. എടാ നീ കുടിച്ചിട്ടുണ്ടോ? ഇത് എന്തൊരു കോലത്തിലാടാ നീ കയറി വന്നിരിക്കുന്നതോ? ഓ, ആസിമോൻ ഇവിടെ ഉണ്ടായിരുന്നോ? നിനക്ക് ഉറങ്ങക്കൊന്നും ഇല്ലേടാ എന്ന് ചോദിക്കുക. ഞാൻ ഉറങ്ങിക്കോളാം. എടാ നീ ശബ്ദം ഉണ്ടാക്കല്ലേ, ആൻറ്റി നിന്നെ കാണാനായിട്ട് അവിടെ നിൽപ്പുണ്ട് എന്ന് പറയാം. അമ്മ അവിടെ നിൽപ്പുണ്ടോ? നീ എന്നതാടാ കുടിച്ചേക്കുന്നേ എന്ന് ചോദിക്കുക. അത്
രണ്ട് സ്മോള് കഴിച്ചിട്ടുള്ളടാ. സ്മോളോ? ഇതൊന്നുമല്ല, എന്തോ കാഞ്ഞ സാധനം വലിച്ചു കയറ്റിയിട്ടാണ് നീ വന്നിരിക്കുന്നത്. എന്ത് കോലത്തിലാ രാജേശ്വരി ആൻറ്റി? ഈ അവസ്ഥയിൽ നിന്നെ കണ്ടാൽ ആ പാവത്തിൻ്റെ ഹൃദയം തകർന്നു പോകും എന്ന് പറയാം. അതിന് അമ്മയ്ക്ക് മനസ്സിലാകത്തില്ലടാ. ഞാനേ സ്റ്റഡി ആയിട്ട് നടക്കും എന്ന് പറയാം. അല്ല, ഇപ്പം ഇത്രയും കുടിച്ചിട്ട് വരാൻ എന്താ ഇവിടെ സംഭവിച്ചത് എന്ന് ആസിയപ്പ ചോദിക്കാം. അതോ, ഗംഗയുടെ വിനീതനെ കല്യാണം കഴിഞ്ഞതിൻ്റെ പാർട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ സെലിബ്രേഷനിൽ ഞാനൊന്ന് കുടിച്ചതാടാ എന്ന് പറയാണ്. മനഃപൂർവ്വം കുടിച്ചതല്ല, കുടിച്ചു പോയി ബ്രോ എന്ന് ആസിയോട് പറയാം. എടാ നീ ഇപ്പോഴും അവരുടെ പിന്നാലെയാണല്ലേ? എടാ, വിനീതിനെ കൊണ്ട് വീട്ടിലാക്കാൻ ഞാൻ പോയതാടാ. അപ്പോൾ കാവേരിയും ആ ഗംഗയും കൂടി വിനീതിനെ അന്വേഷിച്ചു വന്നു. ഞാനാ വിനീതിനെ കുടിച്ച് അവനെ നശിപ്പിക്കുന്നതെന്നാ അവൾ പറയുന്നത്. അത് ശരിയാണോടാ? ഒരിക്കലുമല്ല. ഞാൻ എൻ്റെ ബ്രോയോട് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. കാവേരി അവൾ എന്നെ തെറ്റിദ്ധരിച്ചടാ, അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയാം. എടാ, നീ എൻ്റെ തല തൊട്ട് സത്യം ചെയ്തത് അവളുടെ പിന്നാലെ ഇനി നടക്കില്ലെന്ന്. എൻ്റെ തല, ഓ നിൻ്റെ തല അങ്ങ് പോയാൽ പോട്ടെ മോനെ ആസി. ദേ ഈ നിവിൻ നിനക്ക് അടിപൊളി തല ഒന്ന് സെറ്റാക്കി തരാം എന്ന് പറയാം. ഓ ഇവൻ്റെ കാര്യം. അമ്മ എവിടെ? ദേ അമ്മയുടെ മുന്നിൽ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ ഞാൻ പാടുപെട്ട് ചെന്നപ്പം അമ്മ അവിടെയൊന്നും കാണുന്നില്ല. നീയല്ലേ പറഞ്ഞത് അമ്മ അവിടെ നിൽപ്പുണ്ടെന്ന്? ശരിയാണല്ലോ, ആൻറ്റി ഇവിടെ നിൽപ്പുണ്ടായിരുന്നടാ എന്ന് ആസിയപ്പ പറയും. അമ്മ കയറി പോയി കാണും എന്നും പറഞ്ഞ് നിവിൻ്റെ റൂമിലേക്ക് പോകട്ടോ. പെട്ടെന്ന് ആസി തിരിഞ്ഞു നോക്കുമ്പം സൈഡിലായിട്ട് രാജേശ്വരി നിൽക്കുന്ന കാണും. അപ്പോൾ അടുത്തേക്ക് ചെല്ലും. ആൻറ്റി ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? അവൻ ആൻറ്റിയോട് സംസാരിക്കാൻ വന്നപ്പം ആൻറ്റിയെ കാണുന്നില്ല. അതുകൊണ്ട് ആൻറ്റി കിടന്നു കാണുമെന്നും കരുതി അവൻ അങ്ങോട്ട് കയറിപ്പോയി. മദ്യപിക്കുന്നവരോടൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ആസി, അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ മുന്നിലോട്ട് ചെല്ലാതിരുന്നത്. അവൻ എനിക്ക് തന്ന വാക്കുമറന്ന് പലതും ചെയ്യുന്നുണ്ട്, എനിക്കത് മനസ്സിലാകുന്നുണ്ട്. ആ കാവേരി ആ കുടുംബമായിട്ട് കൂട്ടുകൂടാൻ പോയപ്പോഴാണ് പിന്നെ എൻ്റെ മകന് ഇങ്ങനത്തെ അനാവശ്യ ദുശീലങ്ങളൊക്കെ തുടങ്ങിയത്. ഇത് നിർത്തണം, ഇത് നിർത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്കെൻ്റെ നിവിനെ തന്നെ നഷ്ടപ്പെടും എന്ന് പറയാം. പാസി അവിടെ നിന്ന് ചിന്തിക്കാം, ഇത് തന്നെയാണ് അവളും അവനെപ്പറ്റി പറയുന്നത് ആൻറ്റി. ഇതിൻ്റെ ഇടയിൽ കിടന്ന് പാവം ഞാനും എന്ന് ആസി മനസ്സിൽ പറയാൻ കേട്ടോ. ഇതേ സമയം പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ നമ്മുടെ വിനീത് എഴുന്നേക്കാണേ. ചാടി എഴുന്നേറ്റ് പുതപ്പ് മാറ്റുമ്പോഴാണ് തൻ്റെ ദേഹത്ത് ഡ്രസ്സൊന്നും ഇല്ലെന്ന് കാണുന്നത്. അയ്യേ, ഞാനിത് ഏത് കോലത്തിലാ, എന്നെ ആരാ ഈ കോലത്തിലാക്കിയത് എന്നും പറഞ്ഞ് ആ പുതപ്പ് കൊണ്ട് ദേഹം മുഴുവനും മൂടുവാണേ. പെട്ടെന്ന് ഗംഗയാണെങ്കിൽ പയ്യെ വാതിലിൽ ഒന്ന് കൊട്ടുക. ആരാ എന്ന് വിനീത് ചോദിക്കുക. ഞാനാ ഗംഗ. അപ്പം ഗംഗ വാതിൽ തുറന്ന് അകത്തേക്ക് കയറും. ഇതാ ചായ. അയ്യോ എനിക്ക് വേണ്ട. എന്തു പറ്റി? ഇതെന്താ പൊതച്ചു മൂടിയിരിക്കുന്നത്? വല്ല പനിയുണ്ടോ വിനീതേട്ടന് എന്ന് ഗംഗ ചോദിക്കുക. എന്നിട്ട് നെറ്റിയിൽ കൈ വെച്ച് നോക്കും. ഏയ് എനിക്ക് പനിയൊന്നും ഇല്ല എന്ന് പറയാണ്. ഗംഗയെ ചായ ഗ്ലാസ് അവിടെ വെച്ചിട്ട് പൊയ്ക്കോ, ഞാൻ കുടിച്ചോളാം എന്ന് പറയാം. വിനീതേട്ടൻ ഇത് കുടിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് അപ്പം ഗംഗയും പറയാൻ കേട്ടോ. അപ്പം ഗംഗയുടെ മുന്നിലിരുന്ന് നമ്മുടെ വിനീത് ആകെ ഉരുകുവാണേ. ഗംഗയോട് എന്തു പറയുമെന്ന് ചോദിച്ചേ. എന്തു പറ്റി? വിനീതേട്ടൻ എന്താ ആകെ ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പം വിനീതൻ്റെ മനസ്സിലേക്ക് തലേന്നത്തെ കാര്യങ്ങളെല്ലാം കടന്നു വരുവാണേ. അല്ല, തല കുനിച്ചിരിക്കുന്നത് എന്താണെന്നാ ചോദിച്ചേ. ഈ ചായ അങ്ങ് കുടിക്കുക എന്ന് ഗംഗ വീണ്ടും പറയാം. അപ്പം വിനീത് ആ കയ്യെ കുടിക്കുക. പേടിക്കണ്ട, ഇന്നലെ കുടിച്ച സാധനമൊന്നും അല്ല ഇത് എന്ന് ഗംഗ പറയാം. അല്ല, കെട്ടുവിടാൻ നല്ലത് മോരാണെന്ന് രാധമ്മ പറയുന്നത്. തലവേദനയും ഉണ്ടാകില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതുമായിട്ട് വന്നത് എന്ന് പറയാം. അയ്യോ, ഞാനങ്ങനെ മനഃപൂർവ്വം കുടിച്ചതൊന്നും അല്ല, അറിയാതെ എന്ന് വിനീത് പറയും. അതിന് ഞാനൊന്നും വിനീതേട്ടനോട് ചോദിച്ചില്ലല്ലോ എന്ന് പറയാം. ഗംഗ പൊയ്ക്കോ, ഞാൻ കുടിച്ചിട്ട് ഗ്ലാസ് ഇവിടെ വെച്ചേക്കാം. പറ്റില്ല, എനിക്ക് മുന്നിൽ വെച്ച് തന്നെ കുടിച്ചു തീർക്കണം, എന്നിട്ടേ ഞാനിവിടുന്ന് പോകുന്നുള്ളൂ എന്ന് ഗംഗ പറയും. അപ്പോൾ വിനീത് പതിയിരുന്ന മോര് കുടിക്കുകയാണ്. വിനീത് ചായ ആണെന്ന് ആദ്യം കരുതിയത്. ഗംഗയുടെ ഡയലോഗ് കൂടി കേട്ട് കഴിയുമ്പോഴത്തേക്കും വേഗം തന്നെ അത് കുടിക്കും. എന്നിട്ട് ഗംഗയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം കെട്ടിറങ്ങിക്കോളും, സ്വബോധത്തിലേക്ക് വന്നോളും. ഇന്നലെ രാത്രി പതിവില്ലാതൊന്ന് കുളിച്ചായിരുന്നു, അതാ പനിയുണ്ടോ എന്നൊന്ന് ചോദിച്ചത്. ഞാനോ? എനിക്ക് ഓർമ്മയില്ല ഗംഗ എന്ന് പറയാം. ഓർമ്മ വരുത്താൻ വേണ്ടിയാ ഞങ്ങൾ എല്ലാവരോട് ചേർന്ന് കുളിപ്പിച്ച്. നാണക്കേടായി എന്ന് വിനീത് അപ്പം മനസ്സിൽ പറയാം. അത് നിങ്ങൾക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായല്ലേ? കുറച്ച് ബക്കറ്റ് വെള്ളവും ഒരാളുടെ തലയിൽ കോരി ഒഴിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഞങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ എന്ന് ഗംഗ പറയാം. പിന്നെ ഭക്ഷണം ഇച്ചിരി കുറയ്ക്കണം കേട്ടോ. താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുമ്പോഴേ നല്ല വെയിറ്റ്, ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ഇവിടെ ആണുങ്ങളൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ പെണ്ണുങ്ങൾ തന്നെ പിടിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഗംഗ അവിടെ നിന്ന് ഏറ്റു പോകാനായിട്ട് തുടങ്ങും. എന്നിട്ട് പറയും, അല്ല ഈ പുതപ്പിനുള്ളിൽ ഇന്ന് മുഴുവൻ ഇരിക്കാനാണോ പരിപാടി? ഇന്നലത്തെ ഡ്രസ്സൊക്കെ നനഞ്ഞുകൊണ്ട് അലക്കാനിട്ടതാ. വേറെ ഡ്രസ്സ് അയൺ ചെയ്ത് മടക്കി ഞാൻ അലമാരി വെച്ചിട്ടുണ്ട്, കുളിച്ച് അതെടുത്ത് ഇടാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് ഗംഗ അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഗംഗയുടെ മുമ്പിൽ ചമ്മി നാറി നമ്മുടെ വിനീത് നിൽക്കുക. ഇന്നലത്തെ ഡ്രസ്സ് അലക്കാനിട്ടെന്ന് പറഞ്ഞാൽ
ആരാ ഡ്രസ്സൊക്കെ മാറ്റിയേ? അയ്യോ, അയ്യേക്ക് എങ്ങനെയായിരിക്കും? ശോ, നാണക്കേടായി എന്നും പറഞ്ഞ് വിനീത പുതപ്പ് മുഴുവനും തലവഴിയിട്ട് മൂടിക്കിടക്കുകയാണ് കേട്ടോ. ഇതേ സമയം നിവിൻ്റെ വീട്ടിൽ നിവിൻ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് അവൻ്റെ ബെഡ് നിറച്ചും കുറേ കുപ്പികൾ കിടക്കുന്നത് കാണുന്നത്. മദ്യക്കുപ്പികളാണ്. അപ്പം നിവിനാണ് അന്തം വിട്ട് അതെല്ലാം നോക്കി നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് രാജേശ്വരി അങ്ങോട്ട് വരിക. അല്ല, ഞാനൊന്നും ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല, ഇതെല്ലാം നിനക്ക് വേണ്ടി ഞാൻ പ്രത്യേകം വാങ്ങിപ്പിച്ചതാ. എനിക്കറിയില്ല ഈ ബ്രാൻഡുകളൊന്നുമേ, പിന്നെ കുടിക്കുന്നവരോട് ചോദിച്ചാൽ ഇതൊക്കെ മേടിപ്പിച്ചത്. അല്ല, ഇതിലേതെങ്കിലും കുറവുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഏതാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് എല്ലാം മേടിച്ചുകൊണ്ട് വന്നത്. അമ്മേ, അത് പിന്നെ അമ്മ എന്ത് വിചാരിക്കുമെന്ന കാര്യമൊന്നും നീ ചിന്തിക്കേണ്ട. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് തുറന്നു പറയാമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ. അതൊക്കെ നീ മറന്നുപോയി. ഏത് കാര്യത്തിലാണ് കൂട്ടുകാർക്കൊപ്പം വെറുതെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയായിരിക്കും മദ്യപിച്ച് തുടങ്ങുന്നത്. പിന്നെ അതൊരു ശീലമായിട്ട് പോകും. പിന്നെ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താനും മദ്യമില്ലാതെ പറ്റില്ല എന്നൊരു അവസ്ഥയുണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ പിന്നെ നിന്റെ ശരീരത്തിനും അത് വേണം എന്ന് തോന്നും. ആഫ്റ്റർ എഫക്ട്സ് അറിയാമെങ്കിലും അതിൻ്റെയൊക്കെ അടിമയായി തരും. നാട്ടിലും വീട്ടിലും നാറും. അത് വേണ്ട. ദേ, നിനക്കിത് ആവശ്യമാണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. ഒപ്പം കഴിക്കേണ്ടത് എന്താണെന്ന് എനിക്കറിയില്ല. അത് റെസ്റ്റോറൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ വരുത്തിക്കാം എന്ന് പറയാം. അയ്യോ അമ്മേ എന്നും പറഞ്ഞ് നിവിനപ്പം രാജേശ്വരിയെ പിന്നിൽ നിന്ന് വിളിക്കുകയാണ് കേട്ടോ. മദ്യത്തിന് എതിരെ പ്രചരണം നടത്തുന്ന ആളാ നിന്റെ അച്ഛൻ. പുറത്തുപോയി കഴിച്ച് ആ വലിയ മനുഷ്യനെ നീ ദയവ് ചെയ്ത് നാണക്കേട് ഉണ്ടാക്കരുത്. ആ മനുഷ്യന് അത്രയേറെ വലുതാ അഭിമാനം. മദ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു വലിയ മനുഷ്യൻ്റെ മകനാ നീ എന്നുള്ള കാര്യം നീ ഒന്ന് ചിന്തിക്കുന്ന നല്ലതാ നിവിനെ എന്ന് പറഞ്ഞ് രാജേശ്വരി അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പം അമ്മയുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കുക. ആകെ കുറ്റബോധത്തോടു കൂടി നിവിന് വേണ്ടിയിരുന്നില്ല എന്ന് നിവിനപ്പം മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണെ. അമ്മ തന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇതേസമയം സ്നേഹതീരത്ത് അടുക്കളയിലുണ്ട് കേട്ടോ എല്ലാ പെണ്ണുങ്ങളും. ഓരോരോ പണിയിൽ വ്യാപൃതയായിരിക്കുകയാണ്. നമ്മുടെ യമുന തേങ്ങ ചിരണ്ടുന്നുണ്ട്. ഗംഗയാണെങ്കിൽ എന്തോ ഉണ്ടാക്കുക. ശാരദയാണെങ്കിൽ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചുകൊണ്ട് രാധമ അങ്ങോട്ട് വരിക. എന്നിട്ട് പറയും, എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ പറയുക വിനീതിനോട് ഈ കാര്യത്തെപ്പറ്റി ചോദിക്കേണ്ടതെന്നേ ഞാൻ പറയൂ. കുടിച്ച് കുന്തം മറിഞ്ഞ് പാതിരാത്രിയായിട്ടും വീട്ടിൽ വരാതെ അന്വേഷിച്ചു പോയി പിടിച്ചുകൊണ്ട് വന്ന ആളോട് ഒന്നും ചോദിക്കേണ്ടെന്നാണോ അമ്മ പറയുന്നത്? കാശും തമ്പത്തും ഒന്നും അധികം ഇല്ലേലും അവനൊരു നല്ല ആൺതരിയാണെന്നാണ് ഞാൻ കരുതിയത്. ഈ വീട് അവൻ നന്നായിട്ട് നോക്കും എന്ന പ്രതീക്ഷയായിരുന്നു എനിക്ക്. അവനിനി എന്നും അങ്ങനെ വന്നാലോ? വിനീതിനെ എത്ര തവണ കുടിച്ച് നീ കണ്ടിട്ടുണ്ട് ശാരദയെ എന്ന് രാധമ്മ അപ്പം ചോദിക്കാം. അമ്മ, അവൻ വേറൊരു വീട്ടിൽ ജീവിച്ചിരുന്നപ്പം നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് ശാരദ പറയാം. അണ്ടിയോടടിക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയുള്ളൂ. അപ്പം കാവേരി പറയും, അതെ അച്ഛമ്മേ, മാങ്ങ വാങ്ങുമ്പോൾ നോക്കി വാങ്ങിക്കണം. കഴിഞ്ഞ തവണ അച്ചാറിടാൻ മേടിച്ച മാങ്ങ മുഴുവനും പുളിയായിരുന്നു എന്ന് കാവേരി അപ്പം പറയാം. സുജാതയുടെ അടുത്ത് അതൊന്നും നടക്കില്ല എന്നറിയാവുന്ന കൊണ്ട് ഒരുപക്ഷെ അവൻ അവിടെ അടങ്ങി നിന്നതാണെങ്കിലോ എന്ന് ശാരദ രാധമ്മയോട് ചോദിക്കാം. ഇവിടെ ഇന്നലെ നടത്തിയതൊരു പരീക്ഷണമായിരുന്നെങ്കിലോ? ഓ, നീ അതിനിടയിൽ അത്രയൊക്കെ ചിന്തിച്ചു കൂട്ടിയല്ലേ എന്ന് അപ്പം രാധമ്മ പറയാം. അമ്മയായി പോയില്ലേ, ചിന്തിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നാലേ ഞാനൊരു കാര്യം പറയാം. ഒരു ദിവസം എന്ത് കഥ എന്ന് ചോദിക്കുക. ഒരു അച്ഛൻ്റെ കഥ പറയാം. ഒരു ദിവസം രാവിലെ അമ്മ വന്ന് അച്ഛനോട് പറയും, ദേ നമ്മുടെ ബാത്റൂം മുഴുവനും സിഗരറ്റ് നാറുന്നുണ്ടെന്ന്. ദേ നമ്മുടെ മകൻ തന്നെയായിരിക്കും അത് ചെയ്തത്. നിങ്ങൾ ചെന്ന് അവനോടൊന്ന് ചോദിക്കാൻ പറയുക. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന്. എന്നിട്ടോ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പം അച്ഛൻ പറയാ, അത് പിന്നെ ഇപ്പം ബാത്റൂം മാത്രമേ നാറിയിട്ടുള്ളൂ. ചോദിക്കാൻ പോയാൽ നാളെ ഈ വീട് മുഴുവനും സിഗരറ്റ് നാറുമെന്ന്. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ശാരദയോട് ചോദിക്കാം. അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ എന്ന് എല്ലാവരോടുമായിട്ട് രാധമ്മ ചോദ്യവും പറച്ചിലും ഒക്കെ ആയാൽ ഇത് ആ രീതിയിൽ അങ്ങ് ഒതുങ്ങിത്തീരും. അപ്പം ചെറുക്കന് മനസ്സിലാകും ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന്. അതൊരു ലൈസൻസ് ആകും. അച്ഛൻ്റെ അമ്മയുടെ മുൻപിൽ എന്തും ചെയ്യാമെന്നൊരു ധൈര്യം വരും. പെട്ടെന്ന് കാവേരി നമ്മുടെ യമുന ചിരകിക്കൊണ്ടിരുന്ന തേങ്ങ എടുത്ത് വായിലിടുട്ടോ. എടുക്കല്ല എന്ന് പറയാം. അമ്മേ, ഇത് കണ്ടോ ഈ കാവേരി ചേച്ചി, ഞാൻ കഷ്ടപ്പെട്ട് ചിരണ്ടിക്കൊണ്ടിരുന്ന തേങ്ങ എടുത്ത് വായിലിടുവാ. ഓ, രാവിലെ തന്നെ തുടങ്ങിയോ രണ്ടും കൂടി വഴക്ക് എന്ന് ചോദിക്കാം. ഇനി ഞാൻ എത്ര നേരം ഇരുന്ന് ചിരണ്ടിയാല, നീ അങ്ങോട്ട് ചിരണ്ടടി എന്ന് പറയാം. ദൈവമേ, ഒരു പൂച്ചയെ മേടിച്ച് വളർത്തിയാൽ മതിയായിരുന്നു. അത് കട്ട് തിന്നാലും എലിയെങ്കിലും പിടിക്കൂലോ. അപ്പം രാധമ്മ പറയും, എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ, ഒരു പൂച്ചയെ മേടിച്ച് വളർത്ത്, ഞാൻ പോയി എൻ്റെ ജോലി ചെയ്യട്ടെ. അയ്യോ, അങ്ങനെ പോകല്ലേ അമ്മേ എന്ന് ശാരദ പറയാം.
അമ്മേ, ഈ പിള്ളേരെ ഇങ്ങനെ ഓരോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അമ്മ ഇങ്ങനെ ഉപദേശിക്കണം. അമ്മ ഓരോന്നൊക്കെ ചോദിച്ച് അവരെ നേർവഴിക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം അമ്മയ്ക്കുണ്ട്. അതെ, ഈ മദ്യപാനം എന്നൊക്കെ പറയുന്നതേ പല ഭാര്യമാരുടെയും വജ്രായുധമാണ്. പലരും കണ്ടിട്ടും കണ്ടില്ലാന്ന് നടിക്കും. വേറെ ദോഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് ശകലം കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്നാ പലരും പറയുന്നത് എന്ന് രാധമ്മ വീണ്ടും പറയാണ് കേട്ടോ. എൻ്റെ മാധവേട്ടനും കഴിക്കുന്ന കൂട്ടത്തിലായിരുന്നു. പക്ഷേ അത് ഞങ്ങൾ തമ്മിൽ മാത്രം അറിയുന്ന ഒരു രഹസ്യധാരണയായിരുന്നു. മാധവേട്ടൻ്റെ കുടുംബത്തിൽ നിന്നോ എൻ്റെ വീട്ടിൽ നിന്നോ ആരെങ്കിലും ചോദിക്കാൻ വന്ന ആദ്യം ഉടക്കുന്നത് ഞാനായിരിക്കും. അതൊക്കെ പരസ്പര ധാരണയിലും സ്നേഹത്തിലും ഒക്കെ പറഞ്ഞു തീർക്കേണ്ട ദുശീലങ്ങളാണ്. മനസ്സിലാകുന്നുണ്ടോ? പുറത്തുനിന്ന് ആരും ഇതിലൊന്നും ഇടപെടാൻ പാടില്ല. ഇത് അവരുടെ ജീവിതമാണ്. ഞാൻ പറഞ്ഞു തരുന്നത് നിനക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ ശാരദയെന്ന് ചോദിക്കാം. അപ്പോൾ ഗംഗ ഇതെല്ലാം കണ്ടും കേട്ടും അവിടെ നിൽക്കുന്നുണ്ട്. ഒന്നും മിണ്ടുന്നില്ല. ഗംഗയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിപ്പോവാം. അമ്മ എന്തൊക്കെയാ പറഞ്ഞേ, അവൾക്ക് സങ്കടമായെന്ന് തോന്നുന്നു എന്ന് ശാരദ അപ്പം പറയും. അവൾ എന്തെങ്കിലും പറഞ്ഞോടി? എവിടുന്ന്? എന്നോടൊന്നും പറഞ്ഞില്ല, ഒരക്ഷരം മിണ്ടിയില്ല. വിനീതിനോടും അങ്ങനെ തന്നെ ആണോ? എനിക്കറിയില്ലമ്മ. പക്ഷേ ഇക്കണക്കിനാണെങ്കിൽ അവള് വിനീതിനെ മുട്ടിൽ നിർത്തി ഏത്തമിടിപ്പിക്കാൻ സാധ്യതയുണ്ട്. അവളെ ആ കാണുന്ന പോലൊന്നും അല്ല, വിനീതിനെ ശക്രശ്വാസം വലിപ്പിക്കും എന്ന് പറയാം. സമയം നമ്മുടെ രാധമ്മ വിനീത് ഏത്തവിടുന്ന കാര്യം ഒന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.